ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെതിരായ ഉപരോധം തുടരുക തന്നെ ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപിന് അതിശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയാണ് ഇറാൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 2 ആഴ്ച കൂടി തുടരുമെന്നും അത്തരത്തിലൊരു തീരുമാനം തങ്ങൾ കൈക്കൊണ്ടത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണെന്നുമൊക്കെയാണ് ട്രംപ് വീരവാദമടിച്ചത്. പക്ഷേ അതേസമയം തന്നെ ഇറാന് നേരെ കഠിനമായ വെല്ലുവിളി ഉയർത്താനും ട്രംപ് ശ്രമിച്ചിരുന്നു. ട്രംപ് അത്തരമൊരു വെല്ലുവിളി നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ താണ്ഡവം ആരംഭിച്ചത്. ഒരു കപ്പലിന് നേരെ വെടിയുതിർക്കുകയും കപ്പലുകൾ പിടിച്ചെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന് കാരണമായത് ട്രംപിന്റെ ഭീഷണി തന്നെയാണ്. നോക്കുക, മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ട ഒരു പോസ്റ്റ് നോക്കുക. ഇറാൻ doesn't want the Strait of Hormuz closed. They want it open so they can make $500 million a day, which is therefore what they are losing if it is closed. They only say they want it closed because I have it totally blockaded. So they merely want to save force. അതായത് ഒരു ദിവസം $500 മില്യൺ ഇറാന് ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതിലൂടെ, ഉപരോധം അമേരിക്ക നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ഇറാൻ ഞാൻ പറയുന്നത് ചെയ്യണം എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതായത് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുകയല്ലാതെ ഇറാന് മേലെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മാറ്റാൻ മറ്റൊരു വഴിയുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. People approached me 4 days ago saying, "Sir, Iran wants to open up the strait immediately. But if we do that, there can never be a deal with Iran unless we blow up the rest of their country, their leaders included." പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് എന്നാണ് പറയുന്നത്. അതായത് പലരും ഇറാനിൽ നിന്നുള്ള ആളുകളാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ട്രംപ് പറയുന്നു, ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്ന നിലയിൽ പലരും വന്ന് പറയുന്നുണ്ട്. ഇറാനെതിരായ ഉപരോധം അമേരിക്ക നീക്കണം എന്ന മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഇറാനുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇറാന് നേരെ ശക്തമായ ആക്രമണം, ഇറാനിൽ വലിയ സ്ഫോടനം ഞങ്ങൾ നടത്തേണ്ടി വരും, അവിടുത്തെ ഭരണാധികാരികളെ ഞങ്ങൾ കടന്നാക്രമിക്കേണ്ടി വരും, അല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലെ ഇറാന് നേരെ തുടരുന്ന ഉപരോധം ഞങ്ങൾ തുടർന്നില്ല എങ്കിൽ, അതുമല്ലെങ്കിൽ ആ ഉപരോധം നീക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഇറാനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കണം, ഇറാൻ ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ തകർത്ത് കളയുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഇത് വന്ന് ഏതാണ്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പണി തുടങ്ങി. അതായത് ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, വെടിനിർത്തൽ ഞങ്ങൾ നീട്ടുകയാണ് എന്ന് മാത്രമല്ല, ഇറാന് നേരായ ഉപരോധം ഞങ്ങൾ തുടരും. ആ ഉപരോധം തുടരുന്നത് ഇറാനെ സമ്മർദ്ദത്തിൽപ്പെടുത്താനും ഇറാനെ കൊണ്ടൊരു ഡീൽ ഉണ്ടാക്കിക്കാനുമാണ്. ഇനി അതിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും. ഇതാണ് ട്രംപ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇറാന് വലിയ നഷ്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ ഞങ്ങളുടെ പരിധിയിലേക്ക് വന്നേ പറ്റൂ എന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വലിയ ആക്രമണമാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ സേനയായ IRGCയുടെ ബോട്ടുകളിൽ നിന്നാണ് ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ എണ്ണക്കപ്പലിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പനാമയുടെ കപ്പലാണെന്ന് പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ അതേസമയം തന്നെ കൂടുതൽ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു എന്ന നിർണായകമായ വാർത്തകൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ട്രംപിന് വഴങ്ങിക്കൊണ്ട് തങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കാൻ ട്രംപ് പറയുന്ന ഡീലിലേക്ക് കടക്കുക എന്ന ട്രംപിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മുഖവിലേക്കെടുക്കാതെ ട്രംപിനെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അമേരിക്കയെ കൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ ഒരു ഡീലിലേക്ക് കൊണ്ടുവരിക എന്ന നിലയിലേക്ക് ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ കപ്പലുകൾ പിടിച്ചെടുക്കുന്നു, കപ്പലുകൾ തകർക്കുന്നു. ഇതിനു മുമ്പും എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ കപ്പലുകൾ നിന്ന് കത്തുന്ന, അതായത് കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ തുടർച്ചയായി കപ്പലുകൾ അഗ്നിക്കിരയാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു ആവർത്തനമാണ് ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹോർമുസ് വീണ്ടും പ്രക്ഷുബ്ധമാകും,
ഹോർമുസിൽ കെട്ടിക്കിടക്കുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആ കപ്പലുകൾ ഇറാൻ്റെ അനുമതിയില്ലാതെ ആ ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാഗത്തുകൂടി പോയാൽ ഇറാൻ അത് കത്തിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ കനത്ത ആക്രമണം നടത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 2 ആഴ്ച ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, പ്രത്യാക്രമണം നടത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഹോർമുസ് കടലെടുക്ക് അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഹോർമുസ് കടലെടുക്കിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയും അവിടെ നിരന്തരം പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയെ കൊണ്ട് തന്നെ ഉപരോധം പിൻവലിപ്പിക്കുകയും ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കത്തിലേക്കാണ് ഇറാൻ കടന്നിരിക്കുന്നത്. അതേസമയം റഷ്യ അതിശക്തമായ നിലപാടുമായി ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സമാധാനം തകർക്കുന്നത്, അതായത് മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കാത്തത് ട്രംപിൻ്റെ വ്യാജ വാഗ്ദാനങ്ങളും ട്രംപിൻ്റെ തലതിരിഞ്ഞ നിലപാടുകളുമാണ് എന്ന മട്ടിലാണ് റഷ്യയുടെ നിലപാടുകൾ അല്ലെങ്കിൽ റഷ്യയുടെ വാദം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് അമേരിക്ക ഇവിടെ വലിയ തരത്തിൽ പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകാത്തത് ട്രംപിൻ്റെ നിരന്തരമായ വാഗ്ദാനങ്ങൾ, പൊള്ളയായ പ്രഖ്യാപനങ്ങൾ, പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത തലതിരിഞ്ഞ നയങ്ങൾ, അങ്ങനെ മേഖലയെ മുഴുവൻ പ്രക്ഷുബ്ധമാക്കുന്ന വിധത്തിൽ, ലോകത്തിന് മുഴുവൻ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന വിധത്തിൽ, പശ്ചിമേഷ്യയുടെ സമാധാനം തിരികെ കിട്ടാത്ത വിധത്തിൽ തുടർച്ചയായ പ്രശ്നങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന നിലയിലാണ് റഷ്യയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്, റഷ്യയുടെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ യുദ്ധം ഇനിയും സങ്കീർണമാവുകയാണെങ്കിൽ റഷ്യ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരും, അല്ലെങ്കിൽ അമേരിക്കയെ മുട്ടുകുത്തിക്കുന്ന വിധത്തിൽ ട്രംപിനെ കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള നിരന്തരമായ സമ്മർദ്ദങ്ങൾ, ഇറാന് നിരന്തരമായ പിന്തുണയടക്കമുള്ള കാര്യങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചൈനയും ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം ചൈനയും റഷ്യയും ഈ സ്ഥിതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാനെ ഉപരോധത്തിലൂടെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക, ഹോർമുസിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹോർമുസിലെ കപ്പലുകൾക്ക് കടക്കാൻ കഴിയാതെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ അടക്കം സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു വലിയ പ്രശ്നത്തിലേക്ക്, ഇതൊരു മേഖലാ യുദ്ധം എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്ന നിലയിലാണ് ഇറാനും തന്ത്രങ്ങൾ പിഴയുന്നത്. അപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് മറുവശത്ത് ഇറാനൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദം അതിശക്തമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ വെടിനിർത്തൽ അവസാനിക്കുന്ന ദിവസം കൂടുതൽ യുദ്ധത്തിലേക്ക് പോകാതെ ഞങ്ങൾ വെടിനിർത്തൽ തുടരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതും പാകിസ്ഥാൻ്റെ തലയിൽ ഇട്ടുകൊണ്ട്, പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോകുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ ട്രംപിൻ്റെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഘോരമുള്ള വെല്ലുവിളികളൊക്കെ ആവുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സംഭവിക്കേണ്ടത് ഇറാന് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകേണ്ടതാണ്, ഇറാന് വലിയ തകർച്ച ഉണ്ടാകേണ്ടതാണ്, ഹോർമുസ് കടലിടുക്ക് അമേരിക്ക പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നീങ്ങേണ്ടതാണ്. അമേരിക്ക ഇതിനു മുമ്പ് പറഞ്ഞ വാഗ്ദാനങ്ങൾ, ട്രംപിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ ശരിയാവുകയായിരുന്നുവെങ്കിൽ അതൊന്നും ശരിയാകുന്നില്ല എന്നുള്ളിടത്താണ് ട്രംപ് വീണുടയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കപ്പലുകൾ അടക്കം സകലതും തകർക്കുന്ന വിധത്തിലേക്ക് എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്തായാലും ഇറാൻ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ ആക്രമണം നടത്താൻ സാധ്യതയില്ല. പക്ഷേ ഇസ്രായേൽ ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൽ അതിനും ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ സന്നദ്ധരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലെ സകല നിയന്ത്രണങ്ങളും തകരുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾ, 13ഓളം പടക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് തീരത്തേക്ക് അമേരിക്ക കൊണ്ടുവന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കപ്പലുകളൊക്കെ കുറേ ദൂരത്തേക്ക് പിന്മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഭയക്കുന്ന കാര്യങ്ങൾ, ട്രംപ് ഭയന്നതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ശക്തമായി ഹോർമുസിൽ ആഞ്ഞടിക്കുമ്പോൾ അത് വലിയ പ്രകമ്പനമാണ് ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അമേരിക്കയുടെ തലയിലേക്ക് വരുമ്പോൾ തന്നെ ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം അമേരിക്കയിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.